ഹലോ ഗൈസ്, ഇപ്പോൾ SLC ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഓൺ ടു ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. റെഡി അല്ലേ മക്കളെ? നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What will be the direction of the magnetic field around X when looking from B, whether it is clockwise or anti-clockwise? അതായത് ഇവിടെ ചോദിച്ചത് എന്താണെന്നറിയാം, നോക്കിയടാ. അപ്പൊ ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിയേ, ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഏത് ലോ ആ യൂസ് ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? ഏതാടാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പൊ നോക്കിയേ, ഇവിടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമുക്ക് അറിയാലോ. അപ്പൊ നോക്കിയേ, കറണ്ട് എങ്ങനെയാണ് പോവുക? കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് പോവുക. അപ്പൊ നമ്മളിവിടെ ഏത് ലോ അപ്ലൈ ചെയ്യണം? ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടെ എന്താണ്? കോൺസെൻട്രിക് ലൈൻസ് ആണ് ഉണ്ടാവുക അല്ലേ? എന്താണ്? കോൺസെൻട്രിക് ലൈൻ. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഉണ്ടാവുക അല്ലെ? അതായത് ആ കറണ്ട് എന്താണ്, അപ്വേർഡ് പോകുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. എന്തിന്റെ ഡയറക്ഷൻ? ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെ? ക്ലോക്ക് വൈസ് അല്ലേ? ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ? സ്റ്റേറ്റ് ദ ലോ യൂസ് ടു ഫൈൻഡ് ദിസ് ഡയറക്ഷൻ. ഏത് ലോ ആണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? സിമ്പിൾ അല്ലടാ. അതായത് ഇമാജിൻ ദ കണ്ടക്ടർ ബീങ് ഹെൽഡ് ഇൻ ദി റൈറ്റ് ഹാൻഡ് അല്ലെ? തമ്പ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ കറണ്ട്. തമ്പ് കറണ്ട് ആണെങ്കിൽ ബാക്കി കേൾഡ് ഫിംഗേഴ്സ് ആണ് ഏത്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തരിക. വളരെ സിമ്പിൾ ആണ്, മസ്റ്റ് നോ ടോപ്പിക് ആണ്. റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. റെഡി? അപ്പൊ മക്കളെ നോക്കി, ഈ ക്വസ്റ്റ്യൻ എന്താ? ചിത്രം നിരീക്ഷിക്കുക. ചിത്രം നിരീക്ഷിച്ച് വൈദ്യുതി പ്രവാഹമുള്ള ഒരു ചാലകമാണ് എന്ത്? ABCD. ഇവിടെ നോക്കിയേ, വൈദ്യുതിയുടെ ദിശ ഏതാ? ഡിറക്ഷൻ ഓഫ് കറണ്ട് എന്താ? ഫ്രം A to B അല്ലെ? നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്നല്ലേ ചോദ്യം. നോക്കിയേ, രണ്ട് ദിശ തന്നിട്ടുണ്ട് അല്ലെ? എന്തൊക്കെ ദിശ തന്നുള്ള? ഒന്ന് പ്രദക്ഷിണം, എന്താ? ഒന്ന് അപ്രദക്ഷിണം. അതിൽ നമുക്കറിയാം എന്താ, ഇവിടെ നോക്കിയാല് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രദക്ഷിണം എന്ന് കിട്ടും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? നോക്കിയേ, ഇത് കണ്ടെത്താൻ നിങ്ങൾ സഹായിച്ച നിയമം പ്രസ്താവിക്കാൻ. ഏതാ നിയമം? ഏതാടാ? അതായത് വലതുകൈ പെരുവിരൽ നിയമം. സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. റെഡി റെഡി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. എക്സാമിൻ ദ ഗിവൺ ഫിഗർ. നോക്കിയേ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ് അല്ലെ? നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഏത്? മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ്? മോട്ടോർ തത്വം എന്ന് പറയും. റെഡി? ഇനി നോക്കിയേ, ഹൗ ഡസ് ദ ഇലക്ട്രിക് സിഗ്നൽ ഫ്രം ദ ആംപ്ലിഫയർ ഇസ് കൺവേർട്ടഡ് ടു സൗണ്ട്. അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന ഈ ഡിവൈസിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് ചോദ്യം. റെഡി അല്ലേ? അപ്പൊ നോക്കിയേ, എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എന്താണ്? ഒരു ഫ്രീലി മൂവബിൾ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ മൂവ് അല്ലെ? എന്താണ്? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തൊക്കെ. റെഡി അല്ലേ? സിമ്പിൾ ആണ്. അതായത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആർക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? അതായത് ഓൾറെഡി ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാലാണ് എന്ത് ചെയ്യുക? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. രണ്ട് ഡിവൈസ് ആണ്. ഒന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും, രണ്ടാണ് എന്ത്? ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. റെഡി? അതിന്റെ വർക്കിംഗ് എങ്ങനെയാ? നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനം എന്ത്? വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടോറും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും. എന്താ? ദ വോയിസ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ഫീൽഡ് ടു വൈബ്രേറ്റ് ഫ്രീലി ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഡയഫ്രം. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ കറന്റ് ക്യാരിങ് അതായത് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എങ്ങനെയാണോ ഫോഴ്സ് എക്സ്പീരിയൻസ്, അതേ കണ്ടീഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഫോഴ്സ്, ആ വൈബ്രേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡയഫ്രത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. When an amplified audio signal is passed through the voice coil, it begins to vibrate. As the voice coil is connected to the diaphragm, it is made to vibrate and sound is എന്താണ്? റീപ്രൊഡ്യൂസ്. അപ്പൊ ആ സൗണ്ട്, അവിടെ ജനറേറ്റ് ചെയ്ത സൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. സിമ്പിൾ അല്ലടാ? നോക്കി, ചിത്രം നിരീക്ഷിക്കുക. ഏത് ചിത്രമാണ്? മൂവിംഗ് കോയിൽ. എന്താണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. റെഡി അല്ലേ? ഇതിന്റെ പ്രവർത്തന തത്വം ഏതാടാ? മോട്ടോർ തത്വം എന്ന് പറയും. റെഡി അല്ലേ? ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിയേ, നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. ഒബ്സർവ് ദ ഡയഗ്രം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഡിവൈസ്. രണ്ടെന്താ? റൈറ്റ് ദി എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിംഗ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ്. മൂന്നാമത്തെ ചോദ്യം എന്താ? വൈ ഡസ് അല്ലെങ്കിൽ വാട്ട് ഡസ് R1 ആൻഡ് R2 ഇൻഡിക്കേറ്റ് ഇൻ ദിസ് ഫിഗർ അല്ലെ? ഈ ഫിഗർ അത്ര കറക്റ്റ് അല്ല, ഈ ഫിഗർ ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? R1 R2 എന്തിനാണ് പ്രസന്റ് ചെയ്യുന്നതാണ് ചോദ്യം. റെഡി അല്ലേ? നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ ഡിവൈസ് എന്താ? അത് കണ്ടാൽ അറിയാം എന്താ? ഇറ്റ് ഈസ് എ DC മോട്ടോർ അല്ലെ? എന്താണ്? ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറാണ്. റെഡി അല്ലേ? ഇവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താ മക്കളെ? അതായത് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്താ? ഇവിടെ ഒരു ബാറ്ററി ഇല്ലടാ. ആ ബാറ്ററിയിൽ നിന്ന് പോകുന്നത് എന്താ? ബാറ്ററിയിലെ ഉള്ളിൽ എന്താണ്? ഓൾറെഡി കെമിക്കൽ എനർജി. അത് നമ്മൾ എന്തായിട്ട് സപ്ലൈ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സപ്ലൈ ചെയ്യും. ഈ എനർജി എന്തായിട്ട് കൺവേർട്ടഡ് ആവും മക്കളെ? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. റെഡി അല്ലേ? ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? സ്പ്ലിറ്ററിംഗ് അല്ലേ? ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പ്ലിറ്ററിംഗ് ആണ്. റെഡി? നോക്കിയേ, the R1 and R2 are the splittering. എന്താ ഫംഗ്ഷൻ ഓഫ് ദി സ്പ്ലിറ്ററിംഗ്?
അതായത് സ്പ്ലിറ്ററിംഗ് ആണ് എന്തായിട്ട് വർക്ക് ചെയ്യുക മക്കളെ? കമ്മ്യൂട്ടേറ്റർ. എന്താണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂട്ടേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് വിൽ ചേഞ്ച് ഡിറക്ഷൻ ഓഫ് ദ കറന്റ് ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ അല്ലേ? ഇവിടെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കമ്മ്യൂട്ടേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ഹാഫ് റൊട്ടേഷനിലും കറന്റിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഇവിടെ ചേഞ്ച് ചെയ്യും. റെഡി അല്ലേ? നോക്കിയേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് ആൻഡ് ബ്രഷസ് direction of the current through the armature reverses after every half rotation. Very 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 important. Okay, sustaining the continuous rotation of the armature in the same direction. അല്ലേ? നമുക്ക് നോക്കിയേ, ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗിൽ എന്താണ് കണ്ടിന്യൂസ് റൊട്ടേഷൻ പെർമിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഹാഫ് റൊട്ടേഷനിലും കറന്റിന്റെ ദിശ മാറ്റുന്നുണ്ട്, ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റുന്നുണ്ടെന്ന്. റെഡി അല്ലേ? നോക്കിയടാ, ചിത്രത്തിലെ ഉപകരണം ഏതാടാ? നമുക്ക് DC മോട്ടറാണ്. ഉപകരണം പ്രവർത്തിക്കാൻ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഊർജ്ജമാറ്റം എന്താ? വൈദ്യുതി ഊർജ്ജം എന്തായി മാറുന്നു? യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. അതായത് മെക്കാനിക്കൽ എനർജിയായി മാറുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അല്ലെ? എന്താ? ആർമേച്ചറിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ദിശ എന്താ? ഓരോ ഹാഫ് റൊട്ടേഷൻ, ഓരോ പകുതി റൊട്ടേഷനിൽ എന്ത് ചെയ്യണം? മാറ്റും. അപ്പൊ അതിന്റെ എന്താണ്? ആ ജോലിയാണ് ആര് ചെയ്യുന്നത്? സ്പ്ലിറ്ററിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡി അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. നോക്കിയേ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ AB suspended freely between the poles of a U magnet using a thin conductor. Ready? നോക്കിയേ, ഫസ്റ്റ് ചോദ്യം എന്താ? In which direction will the conductor AB move when the switch is made on? അപ്പൊ in the direction given by P ആണോ, or in the direction given by Q ആണോ? അല്ലെ? രണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് P ഡയറക്ഷനും ഒന്ന് എന്താണ്? Q ഡയറക്ഷൻ. അപ്പൊ നമ്മളിവിടെ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. റെഡി? എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താ? ഇറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്രം ദ മാഗ്നറ്റ് അല്ലെ? എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? എന്താണ്? ലെഫ്റ്റ് ഹാൻഡിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യണം? 3 ഫിംഗേഴ്സ് പിടിക്കണം. റെഡി അല്ലേ? അതായത് FBI അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. F മീൻസ് ഫോഴ്സ്. അതായത് ഇവിടെ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ്. B എന്താ? B is the magnetic field. I എന്താ? കറന്റ്. അപ്പൊ നോക്കിയേ, കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് കൂടെ എന്താ? 3 ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? ദിസ് ഫോഴ്സ്, direction of the force is outward from the magnet that is given by the Q. റെഡി അല്ലേ? നോക്കിയേ, കറന്റ് എങ്ങോട്ടാ മക്കളെ? നോർത്ത് ടു സൗത്തിലേക്കാണ് എന്ത്? ഫീൽഡ് വരുന്നത്. നോക്കിയേ, കറന്റ് എങ്ങോട്ടാ വരുന്നത്? കറന്റിന്റെ ഡയറക്ഷൻ തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നോക്കിയടാ, ഫോഴ്സ് ടുവേർഡ്സ് Q അല്ലേ? സിമ്പിൾ അല്ലേടാ? നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ റൂൾ ഹെൽപ് ടു ഫൈൻഡ് ദിസ് ഡയറക്ഷൻ. ഏത് റൂൾ നമ്മൾ യൂസ് ചെയ്തത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റെഡി അല്ലേ? ഇനി നോക്കിയേ, റൈറ്റ് ടു മെത്തേഡ് ടു റിവേഴ്സ് ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മാറണം. ഫോഴ്സ് മാറണം. ഫോഴ്സ് മാറിയാൽ എന്താണ്? ആ ഫോഴ്സ് റിസൾട്ടന്റ് ആയിട്ടുള്ള മോഷനും മാറും. അപ്പൊ മോഷൻ മാറാൻ രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന്, ഇന്റർചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ പോൾ. പോളിന്റെ പൊസിഷൻ മാറ്റുക, അതായത് ഫീൽഡ് മാറ്റുക. രണ്ടാമത്തെ എന്താ? റിവേഴ്സ് ഡിറക്ഷൻ ഓഫ് കറന്റ്. കറന്റിന്റെ ദിശ മാറ്റുക. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ഈ ഫോഴ്സ് അല്ലാത്ത മാഗ്നറ്റിക് ഫീൽഡും കറന്റും മാറ്റിയാൽ എന്ത് ചെയ്യും? ഫോഴ്സിന്റെ ഡയറക്ഷനും മോഷന്റെ ഡയറക്ഷനും എന്ത് ചെയ്യും? മാറും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സിമ്പിൾ അല്ലടാ? നോക്കിയേ, അതായത് ക്യൂയിലേക്കാണ് എന്ത് ചെയ്യുക? ഇവിടെ ഡയറക്ഷൻ ഉണ്ടാവുക. റെഡി അല്ലേ? ഇതിന്റെ നിയമം നമ്മളിവിടെ യൂസ് ചെയ്ത നിയമം ഏതാ? ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? റെഡി അല്ലേ? കാന്തത്തിന്റെ ധ്രുവങ്ങളുടെ സ്ഥാനം പരസ്പരം മാറ്റാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറന്റിന്റെ ദിശ തന്നെ എന്ത് ചെയ്താൽ വിപരീതമാക്കിയാൽ മതി. റെഡി റെഡി അല്ലേ? നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നോക്കിയേ. അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, തമ്പ് ഇൻഡിക്കേറ്റ്സ്. വെരി 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 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ്? തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? തമ്പ് ഇൻഡിക്കേറ്റ്സ് കറന്റ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിയേ, അതായത് വലത് കൈ പെരുവിരൽ നിയമത്തിൽ പെരുവിരൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? ഏതാണ് ദിശയെ? അതായത് എന്തിന്റെ ദിശയാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്? വൈദ്യുതി പ്രവാഹത്തിന്റെ ദിശയാണ് കാണിക്കുന്നത്. റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി നമ്മൾ ചെയ്ത പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നുള്ളത്. എ സ്ട്രേറ്റ് കണ്ടക്ടർ AB carrying current is placed in a magnetic field when the circuit is switched on. In which direction will the conductor AB move? Same question ആണല്ലേ? Towards Q. നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്യുന്നതാണ്. Write two factors which affect the direction of motion of the conductor. ഏതൊക്കെ? ഒന്ന് ഡയറക്ഷൻ ഓഫ് കറന്റും, രണ്ടാണെന്ത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആയ കാരണം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റെഡി അല്ലേ? നോക്കിയേ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഫിഗർ തന്നെ ഇവിടെ തന്നുള്ളത്. നോക്കിയേ, എ സ്ട്രേറ്റ് കണ്ടക്ടർ AB ഈസ് അറേഞ്ച് പാരലൽ ടു ദി എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് നീഡിൽ ഈസ് കാപ്പബിൾ ടു റൊട്ടേറ്റ് ഫ്രീലി ആസ് ഓൺ ഇൻ ദ ഫിഗർ അല്ലേ? അപ്പൊ ഇവിടെ സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഒരു മാഗ്നറ്റിക് നീഡിലും തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താ? നോക്കിയേ, ഗീവ് ദി ഡിറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി നോർത്ത് പോൾ. അതായത് ഡിഫ്ലക്ഷൻ ഓഫ് ദി നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എന്താ? നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ when the circuit is switched on. അപ്പൊ നമുക്ക് രണ്ട് ഡയറക്ഷൻ എന്താ? ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നോക്കി, ഇവിടുന്ന് ഈ ഫിഗറും ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റൻ ആണ്. എന്താ? എന്താണ്? ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ? എന്തുകൊണ്ടാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായെന്നാണ് അടുത്ത ചോദ്യം. എന്താ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം എന്താ മക്കളെ? ഇവിടെ രണ്ടിനും മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടിനും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നമുക്ക് മാഗ്നറ്റിക് നീഡിൽ അല്ലെ? മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ മാഗ്നറ്റിക്
അതായത് ബാർ മാഗ്നറ്റ് ഇല്ലേ മക്കളെ, അതിന്റെ ഒരു സിംപ്ലിഫൈഡ് മിനിയേച്ചർ ഫോം ആണ് എന്ത്, മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ബാർ മാഗ്നറ്റിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക മക്കളെ, അവിടെ ഡിഫ്ലക്ഷൻ വരുന്നത്. റെഡി അല്ലേ? നോക്കിയേ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് അറൌണ്ട് ദ കണ്ടക്ടർ ബൈ ദി കറണ്ട്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? സജസ്റ്റ് എ മെത്തേഡ് ടു റിവേഴ്സ് ഡിറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്, സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചതാണ് എന്താ, കറന്റിന്റെ ദിശ മാറ്റുക, കറന്റിന്റെ ഡയറക്ഷൻ മാറ്റുക. റെഡി അല്ലേ? റെഡി അല്ലേ? കാന്ത സൂചിയുടെ ഉത്തര ധ്രുവത്തിന്റെ ചലന ദിശ നമ്മൾ പറഞ്ഞതാണ് എന്ത്, ദാറ്റ് ഈസ് പ്രദക്ഷിണ ദിശയാണ്. ഇനി കാന്ത സൂചിക ചലിക്കാൻ കാരണം എന്താണ്, കാരണം എന്താ, വൈദ്യുത പ്രവാഹ ഫലമായി ചാലകത്തിന് ചുറ്റും എന്താ, കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതിലാണ്. റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി മൂന്നാമത്തെ എന്താ, അതായത് ദിശ മാറ്റാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എന്ത് ചെയ്യണം, വിപരീതത്തിലാക്കുക. റെഡി അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കുക എന്നുള്ള കാര്യം. റെഡി അല്ലേ? ഇനി സെയിം ക്വസ്റ്റ്യൻ ഇതിൽ നോക്കിയ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലായി, ഒരേ പാറ്റേൺ അല്ലേ, ഒന്നുകിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്താണ്, അതായത് മൂവിംഗ് കോയിൽ, അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലേ, ഇത് അതുമായി, അതായത് മോട്ടോർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. റെഡി അല്ലേ? നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. നോക്കിയേ, ഇതറിയാലോ, എന്താ, യു മാഗ്നറ്റ് എന്ന് പറയും. എന്താണ് യു മാഗ്നറ്റ്, എന്താണ് ഈ മാഗ്നറ്റിന്റെ പേരെന്താ ചോദ്യം. രണ്ടാമത്തത്, നെയിം ദ റൂൾ ദാറ്റ് ഹെൽപ്പ് യു ടു ഫൈൻഡ് ദി ഡിറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ എ ബി വെൻ ദ കറന്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ. അപ്പൊ നോക്കിയേ, ഇവിടെ ഏത് ഡിറക്ഷൻ, അതായത് ഡിറക്ഷൻ ഓഫ് ദി കറന്റ് കണ്ടക്ടർ എ ബി, അതിൽ മോഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് അവിടുത്തെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലോ ഏതാന്നാ ചോദ്യം. ഏതാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, സ്റ്റേറ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് അല്ലെ. ലെഫ്റ്റ് ഹാൻഡിലെ 3 എന്താണ് ഫിംഗേഴ്സിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക, FBI അല്ലെ, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറന്റ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് പോവാം. റെഡി അല്ല? ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇനി നോക്കിയേ, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. അഗെയിൻ വീണ്ടും ചോദിക്കണേതാ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഐഡന്റിഫൈ ദ ഡിവൈസ് ഓൺ ഇൻ ദ ഫിഗർ അല്ലെ, ആൻഡ് വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ ക്വസ്റ്റ്യൻ മക്കളെ ഇത് പഠിക്കാതെ പോകരുത്. ഏത്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും മോട്ടോർ പ്രിൻസിപ്പിളും പഠിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിന് പോകാൻ പാടില്ല. റെഡി അല്ലേ? അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്, വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അതായത് എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, എ ഫ്രീലി മൂവബിൾ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാവും, there will be experience by force, a force will be experienced in this condition. That principle is called motor principle. റെഡി അല്ലേ? അപ്പൊ ഈ ചിത്രം നോക്കിയാൽ, ഈ ചിത്രത്തിൽ കാണുന്ന ഉപകരണം നമ്മൾ പറഞ്ഞെന്താണ്, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ്. ഏതാ തത്വം, ഏതാ, മോട്ടോർ തത്വമാണ്. എന്താണ് മോട്ടോർ തത്വം എന്ന് പറഞ്ഞാല്, കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുകയും അതെന്ത് ചെയ്യും, ചലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്ത്, മോട്ടോർ തത്വം എന്ന് പറയുന്നത്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, എ കണ്ടക്ടർ ഈസ് ഇൻസേർട്ടഡ് ത്രൂ എ കാർബോർഡ് ആൻഡ് കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റെഡി അല്ലേ? നമ്മൾ ഓൾറെഡി സെയിം ക്വസ്റ്റ്യൻ പ്രാവശ്യം ചെയ്താണ്. ഓക്കെ, ഡ്രോ ദ പാറ്റേൺ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എക്സ് ആൻഡ് വൈ ആൻഡ് മാർക്ക് ദെയർ ഡയറക്ഷൻ. റെഡി അല്ലേ? നമ്മൾ ആകെ നോക്കേണ്ട എന്താ, ഇതിൽ സെല്ലിന് ഡയറക്ഷൻ നോക്കുക. അതായത് സെല്ലിൽ പോസിറ്റീവ് ടെർമിനലുണ്ട്, പിന്നെ എന്തുകൊണ്ടാ, നെഗറ്റീവ് ടെർമിനലുണ്ട്. റെഡി? അപ്പോൾ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലായല്ലോ. കറണ്ട് എങ്ങനെയാ പോവാ, കറണ്ട് ആ പോസിറ്റീവ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോടാ, നെഗറ്റീവ് ടെർമിനലിലേക്ക് വരും. റെഡി? നമുക്കറിയാം കറണ്ട് ഡയറക്ഷൻ, അതായത് AB എന്ന് പറഞ്ഞാൽ അപ്വേർഡും CD എന്താ, ഡൗൺവേർഡും. നമ്മൾ എക്സിലും വൈയിലും അപ്വേർഡ് നോക്കുമ്പോൾ ഡയറക്ഷൻ മനസ്സിലാക്കണം. നമുക്കറിയാം, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അറൌണ്ട് എ കണ്ടക്ടർ എന്താ, ഇറ്റ് ഈസ് എ കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പൊ ഇവിടെയും എന്താണ്, കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ദിശ, ഡയറക്ഷൻ എങ്ങനെയാണെന്നാ. നമ്മൾ ഏത് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ക്വസ്റ്റൻ ആണ്. എന്താ, ഇവിടെ ആന്റി ക്ലോക്ക് വൈസും ഇവിടെ എന്ത് വരും, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും വരും. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, രണ്ടാമത്തെ എന്താ, സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഹെൽപ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ, ഏതാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്താൽ കേൾഡ് ഫിംഗേഴ്സ് ആണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരിക എന്നുള്ളത് അറിയാം. സിമ്പിൾ അല്ലേടാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി എന്താണ് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ AB അല്ലെ. AB എന്ന് പറഞ്ഞ കണ്ടക്ടർ തന്നിട്ടുണ്ട്, അതിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നിട്ട് നമ്മൾ തിരിച്ച് എന്താ, റിവേഴ്സ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടല്ലേ. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ബേസ്ഡ് ഓൺ ദി മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ
അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ യൂസ് ചെയ്യാവുന്ന ആൾട്ടർനേറ്റ് റൂളാണ് എന്ത് മാക്സ്വെൽസിന്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. റെഡി അല്ലടാ, സിമ്പിൾ ആണ്. ഇത് മാക്സ്വെൽ റൂൾ യൂസ് ചെയ്യണമെന്നില്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താലും മതി. നോക്കിയേ, ഇങ്ങനെയല്ലടാ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ തമ്പ് എടുക്കുക, തമ്പ് ടുവേർഡ്സ് ബി അല്ലേ, ദാറ്റ് ഈസ് ഫ്രം എ ടു ബി. റെഡി അല്ലേ? നോക്കിയേ, അതായത് ഇവിടെ ഫ്രം എ ടു ബി ആണ് എന്ത് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ നമുക്ക് കണ്ടെത്താനുള്ളത്. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താ മോട്ടോർ തത്വം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. റെഡി അല്ലേ? ഒരു ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം വിശദമാക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. റെഡി അല്ലേ? അവിടെ എന്താ കൺവേർഷൻ എന്താ ലൗഡ് സ്പീക്കറിൽ എന്താ ഇലക്ട്രിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എന്താണ് സൗണ്ട് എനർജി അല്ലെ, വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു, ശബ്ദോർജ്ജമായി മാറുന്നു. അതല്ലേ അവിടുത്തെ എനർജി കൺവേർഷൻ. ഇനി എന്തൊക്കെ പാർട്സ് ഉള്ളത്? ദ മെയിൻ പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഈസ് വോയിസ് കോയിൽ ഉണ്ട്, ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ഡയഫ്രം ഉണ്ട് അല്ലെ. അവിടെ മോട്ടോർ പ്രിൻസിപ്പിൾ അപ്ലൈ ആവണമെങ്കിൽ എന്താ ഒരു എന്താണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് എന്നല്ലേ. അപ്പൊ അത് പ്രാക്ടിക്കലി വരാനുള്ള എല്ലാ എന്താണ് കോമ്പണൻസും അതിലുണ്ട്. റെഡി അല്ലേ? ഇനി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നോക്കാം. The voice coil is placed in the magnetic field in the field magnet to vibrate freely and it is connected to the diaphragm. അതായത് എന്താണ് ഇവിടെ വോയിസ് കോയിൽ ആണ് എന്ത് ചെയ്യുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെ. അവിടെ എന്ത് വരും, വൈബ്രേഷൻസ് വരും. ഈ വൈബ്രേഷൻസ് ആണ് എന്ത് ഡയഫ്രത്തിലേക്ക് കണക്ട് ചെയ്ത്. റെഡി അല്ലേ? ഈ ഡയഫ്രത്തിലേക്കുള്ള വൈബ്രേഷൻസ് നമ്മൾ എന്താണ് ഇയറിൽ വീണ്ടും എന്ത് ചെയ്യുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ എന്താ? പ്രോമിനന്റ് ഇഫക്ട് പ്രൊഡ്യൂസ് വെൻ കറന്റ് പാസസ് ത്രൂ എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിലൂടെ എന്താണ് കറന്റ് പാസ് ചെയ്യുമ്പോൾ ഏത് മെയിൻ ഇഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക? നമ്മൾ പഠിക്കണല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതാ? മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ കാന്തിക ഫലം. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഇനി നോക്കിയേ, എ ഡി സി കറന്റ് പാസസ് ത്രൂ എൻ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ വൂണ്ട് ഓവർ എ സോഫ്റ്റ് അയൺ കോർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. റെഡി അല്ലേ? ബൈ ജസ്റ്റ് ഒബ്സർവിംഗ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഹൗ വിൽ യു ഐഡന്റിഫൈ ദ സൗത്ത് പോൾ ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റ്? എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക? നമ്മൾ പഠിക്കുന്ന ഒരു കോഡാണ് എന്ത് CSAN. എന്താ കോഡ്? എന്താ CSAN? എന്താ CSAN എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മക്കളെ അത് ഏത് പോളായിരിക്കും? സൗത്ത് പോളായിരിക്കും. ഇനി അവിടെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏത് പോളായിരിക്കും? നോർത്ത് പോളായിരിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ. നോക്കിയേ, പിന്നെ നെക്സ്റ്റ് ചോദിച്ചുള്ള എന്താ? കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് വിത്ത് എ പെർമനന്റ് ബാർ മാഗ്നറ്റ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിന്റെയും പെർമനന്റ് ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യാൻ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യും. സിമ്പിൾ ആണല്ലോ. നോക്കിയേ, when the solenoid is looked through one of the end, if the current is clockwise, very very important, clockwise ആണെങ്കിൽ എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. നോക്കിയേ, ഇനി ഇൻ ദിസ് അറേഞ്ച്മെന്റ് ബി ഈ സൗത്ത് പോൾ അല്ലെ. ബി ആണ് സൗത്ത് പോൾ. കാരണം എന്താണ് ബി സൗത്ത് പോൾ ആവാൻ കാരണം? ബിക്കോസ് ദർ ഈസ് കറന്റ് ഒക്കറിംഗ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. റെഡി സിമ്പിൾ അല്ലേ? നോക്കിയേ, ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ള എന്താ? കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ്. റെഡി അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിന്റെയും ബാർ മാഗ്നറ്റിന്റെയും പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യണം. അതിന് മുമ്പ് നോക്കിയേ, ഇവിടെ സ്ട്രെങ്ത് എങ്ങനെ കമ്പയർ ചെയ്യാം? പോൾസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി ഓൾട്ടർഡ് അല്ലെ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് എങ്ങനെയൊക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റും? നോക്കിയേ, ഇറ്റ് ക്യാൻ ബി ഓൾട്ടർഡ് ബൈ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. പക്ഷെ പെർമനന്റ് മാഗ്നറ്റ് അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റൂടാ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഓൾട്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി എന്ത് മാഗ്നറ്റ് ഇൻ ദി പെർമനന്റ് മാഗ്നറ്റ്. അതായത് പെർമനന്റ് മാഗ്നറ്റിന്റെ പോൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ് മാറ്റാം. കറന്റിന്റെ സ്ട്രെങ്ത് മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് മാറ്റാം. പക്ഷെ പെർമനന്റ് മാഗ്നറ്റിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. റെഡിയല്ലേ? സിമ്പിൾ ആണല്ലോ, നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ അതിലെ വൈദ്യുതി പ്രവാഹത്തിന്റെ ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ ആ അഗ്രം എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. മറിച്ചാണെങ്കിൽ അതെന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. റെഡിയല്ലേ? അപ്പൊ നമ്മൾ പരസ്പരം മാറ്റാൻ കഴിയുന്നതാണ് എന്ത് ധ്രുവത. എവിടെ? ഏതില്? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്കിലാണെങ്കിൽ പോൾസ് മാറ്റാൻ പറ്റും. പക്ഷെ പെർമനന്റ് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ എന്താ ഇത് സാധ്യമല്ല. റെഡിയല്ലേ? വൈദ്യുത കാന്തകത്തിന്റെ ശക്തി നമുക്ക് എന്താ ആവശ്യാനുസൃതം മാറ്റാൻ പറ്റും. പക്ഷെ പെർമനന്റ് മാഗ്നറ്റിൽ എന്ത് ചെയ്യില്ല? മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡി. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ചൊരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല. വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓൾറെഡി പറഞ്ഞതാണ്, പാർട്സും പറഞ്ഞതാണ്. എന്തൊക്കെ? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം അല്ലെ. അതായത് അതിലുള്ള തത്വം എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും മക്കളെ. ഏതാണ് തത്വം? മോട്ടോർ തത്വം. ഏതാണ്? മോട്ടോർ തത്വം. എന്താ മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ? എ ഫ്രീലി മൂവബിൾ കറന്റ് ക്യാരിങ് കണ്ടക്ടർ placed in a magnetic field will experience a force and it will cause the motion of the conductor. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. വോയിസ് കോയിൽ ഉണ്ട്, ആ ഡയഫ്രം ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഫീൽഡ് കാന്തമുണ്ട്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഇനി നെയിം ദി അറേഞ്ച്മെന്റ് ഇൻ DC മോട്ടർ
ടു സസ്റ്റെയിൻ ദ റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ ഇൻ വൺ ഡയറക്ഷൻ അല്ലെ, ഒരേ ദിശയിൽ ആ റൊട്ടേഷൻ പോസിബിൾ ആക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ഏതാ മക്കളെ? സിമ്പിൾ ആണ്. ഏതാണ്? ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ. എന്ത് കമ്മ്യൂട്ടേറ്ററാ? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്പ്യൂട്ടേറ്റർ. റെഡി. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത്. റെഡി അല്ലേ? ഒരു DC മോട്ടോറിന്റെ ആർമേച്ചർ എപ്പോഴും ഒരേ ദിശയിൽ തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് എന്തെടാ? അതായത് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. റെഡി. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോളിനോയിഡ്സ് ആർ യൂസ് ടു മേക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ്. റെഡി അല്ലേ? അറിയാലോ, സോളിനോയിഡ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം. ഇഫ് ദി ഡിറക്ഷൻ ഓഫ് DC കറന്റ് ത്രൂ ദ സോളിനോയിഡ് അറ്റ് ദ എൻഡ് ഫേസിംഗ് us is clockwise, which magnet pole? നമ്മൾ പറഞ്ഞല്ലോ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏതായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. അവിടെ തന്നെ പറഞ്ഞൂടെ എന്താ? ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അത് മറക്കരുത് മക്കളെ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. റെഡി. രണ്ടാമത്തെ നോക്കിയേ, സജസ്റ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അതായത് ഒരു സോളിനോയിഡിന്റെ ശക്തി, എന്ത് ശക്തി? കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗങ്ങളാണ് ചോദിച്ചുള്ളത്. റെഡി അല്ലേ? എങ്ങനെയൊക്കെയാണ് അത് കൂട്ടുക? ഒന്നെങ്കിൽ ചുറ്റുകളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇന്റൻസിറ്റി ഓഫ് ദ കറന്റ്, അതായത് കറന്റിന്റെ തീവ്രത കൂട്ടുക. റെഡി അല്ലേ? ഒന്ന് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ എന്താണ്? കറന്റിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ നോക്കിയടാ, ഒരു 5-6 തവണയിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ കാണുന്നത്. എന്താ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താ? വിച്ച് പാർട്ട് ഓഫ് ദി ഡിവൈസ് ഈസ് കൺവേർട്ടഡ് വിച്ച് കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ദി സൗണ്ട് എനർജി അല്ലെ. വോയിസ് കോയിലും ഡയഫ്രം, ഈ 2 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്ന മക്കളെ? സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ് എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെ. എന്താണ്? മോട്ടോർ തത്വം എന്ന് പറയും. റെഡി അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. അതായത് നമുക്ക് ടെക്സ്റ്റ് തന്ന ക്വസ്റ്റ്യനിലുള്ള നോർത്ത് പോളും സൗത്ത് പോളും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ട കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രീവിയസ് ഇയറിൽ ക്യൂ ആയിരുന്നില്ല, അപ്പൊ ഇന്നും ക്യൂ ആയിരിക്കും അസ്യൂം ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ കണ്ടക്ടർ AB which is connected to a battery is placed between the poles of a U-shaped bar magnet. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. നോക്കിയേ, നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ലോ ഏതാടാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റെഡി അല്ലേ? അതായത് ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കണം അല്ലെ. തമ്പ് 4 ഫിംഗറും എന്താണ്? മിഡിൽ ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കുക. റെഡി അല്ലേ? ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും മാറിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നോർത്ത് ടു സൗത്ത് പിടിച്ചു, കറണ്ട് പിടിച്ചു. അപ്പൊ നോക്കിയേ, എലോങ് ദ P ആണ് അല്ലെ. നേരത്തെ ക്വസ്റ്റ്യനിൽ എലോങ് ദ Q ആണെങ്കിൽ ഇവിടെ എലോങ് ദ P ആണ്. ഇവിടെ വിച്ച് ലോ ഹെൽപ് ടു ഫൈൻഡ് ദി ഡിറക്ഷൻ? എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഏതാണ്? സ്റ്റേറ്റ് ലോ. റെഡി അല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതായത് ഹോൾഡ് ദ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. നോക്കിയേ, 4 ഫിംഗർ എന്താണ്? 4 ഫിംഗർ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഈസ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. അങ്ങനെയാണെങ്കിൽ തമ്പാണ് റിസൾട്ടന്റ് തരിക. തമ്പ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ. വെരി സിമ്പിൾ ആയിട്ടുള്ള ലോ ആണല്ലോ. റെഡി അല്ലേ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇതിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക, ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.